ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ആ നിയമം അതേപോലെ പാലിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. എന്നാൽ അവിടുത്തെ നിയമം ലംഘിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രപഞ്ച നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ഫോളോ ചെയ്താൽ നമ്മൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബ്ലോക്കുകൾ മാറ്റുവാനും കഴിയും. അതുപോലെ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും സിമ്പിളാക്കി മാറ്റാനായിട്ട് സഹായിക്കും. കൃത്യമായ രീതിയിൽ പ്രപഞ്ച നിയമങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗതുല്യമായ സന്തോഷവും ആനന്ദവും ഒക്കെ നൽകി നമ്മളെ പ്രപഞ്ചം അനുഗ്രഹിക്കുമെന്നതാണ്. അപ്പോൾ പ്രപഞ്ച നിയമങ്ങളിൽ ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടും ഉണ്ടാകും. എന്നാൽ 12 നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ നിയമമാണ് ദ ലോ ഓഫ് ഡിവൈൻ വൺനെസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഓരോ വീഡിയോകളിലായിട്ട് 12 ലോയെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദ ലോ ഓഫ് ഡിവൈൻ വൺനെസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ദ ലോ ഓഫ് ഡിവൈൻ വൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകതയുടെ നിയമം. അതായത് നമ്മളെല്ലാവരും ഒരു ഡിവൈൻ എനർജിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡാണ്. സകല ജീവജാലങ്ങളും പരസ്പരം കണക്റ്റഡാണ്. ഈ ഒരു നിയമം നമ്മൾ കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും രോഗങ്ങളും സമാധാനമില്ലായ്മയും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഈ ലോ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഫോളോ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും ആരോഗ്യവും ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും. ദ ലോ ഓഫ് ഡിവൈൻ വൺനെസ് പ്രകാരം നമ്മളെല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും എല്ലാം എല്ലാവരിലും എത്തുന്നുണ്ട്. അതായത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും എത്തുന്നുണ്ട്. അത് ഈ പ്രപഞ്ചത്തിലൂടെ പ്രതിധ്വനിച്ചുകൊണ്ട് എല്ലാത്തിനുമേലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ചിന്തകൾ നമ്മളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നതെന്ന്. അല്ല, അതെല്ലാവരുടെ മേലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ ഈ ലോകത്ത് ആരും ഒറ്റയ്ക്കല്ല, എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹവും പരിഗണനയും കരുതലും ഒക്കെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കണം. കാരണം നമ്മളെല്ലാവരും ആ ഒരു വലിയ ഡിവൈൻ സോഴ്സിൻ്റെ ഭാഗമാണ്. നമ്മൾ മനുഷ്യനെ വേർതിരിച്ച് കാണുന്നത് മൂലം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ബ്ലോക്കുകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ തന്നെ അത് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ബ്ലോക്കുകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ ആ ഒരു സമയത്ത് നമ്മൾ താഴ്ന്ന അവസ്ഥയിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ നിയമത്തിൽ നിന്നും മാറി നിൽക്കും തോറും മനുഷ്യൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ മനുഷ്യരെയും നമ്മൾ ഒന്നായി കാണുകയും എല്ലാവരുടെയും നന്മ കൂടി ലക്ഷ്യം വയ്ക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരുടെ നന്മ കൂടി ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്കും അവർക്കൊക്കെ ലഭിക്കും. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ വേർതിരിച്ച് കാണുമ്പോഴില്ലേ നമ്മൾ ഡൗൺ ആകുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നത് എല്ലാം നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വേർതിരിച്ച് കാണാതിരിക്കുക. ഈ വേർതിരിച്ച് കാണുന്നത് നമ്മൾ ഈ ഒരു നിയമം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പരാതിയും കുറ്റപ്പെടുത്തലും ഒക്കെ ഇനി മുതൽ ഒഴിവാക്കുക. അവരെ നോക്കിക്കാണുന്ന രീതി നമ്മൾ മാറ്റിയാൽ അവരിൽ മാറ്റം ഉണ്ടാകും, നമ്മളിൽ മാറ്റം ഉണ്ടാകും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മളിലെ നെഗറ്റിവിറ്റി മാറും. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാകും. ഇനി നമ്മൾ മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു തരത്തിലും
നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുക. ഇത് ഈ ഒരു നിയമത്തെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ ഈ പ്രപഞ്ചത്തിലൂടെ പ്രതിധ്വനിച്ച് അത് സകല മനുഷ്യരിൽ എത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ലക്ഷ്യം നടക്കുവാൻ ആയിട്ട് ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ ചിന്തകൾ എത്തുകയും, അതായത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ചിന്തകളുടെ തരംഗങ്ങളെ പിടിച്ചെടുക്കും. എന്നിട്ട് അവർ അറിയാതെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പം അതാണ് ഈ ഒരു നിയമത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഒരാളെയും നമ്മൾ വേർതിരിച്ച് കാണുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക. ഇതാണ് ഈ ഒരു ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.